സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 2 വർഷക്കാലം കടപുഴ പാലത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയത് LDF-ഉം ജോസ് കെ മാണിയുമാണെന്ന് മൂന്നിലവിലെ UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. LDF-നും ജോസ് കെ മാണിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് മൂന്നിലവ് പഞ്ചായത്തിലെ UDF ജനപ്രതിനിധികൾ ഉയർത്തിയത്. പഞ്ചായത്തിലെ 4 വാർഡിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമായിരുന്ന കടപുഴ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് കഴിഞ്ഞ 2.5 വർഷക്കാലവും തടസ്സം സൃഷ്ടിച്ചത് സർക്കാരും ഇടതുമുന്നണിയുമാണെന്ന് UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. ഇതിനു പിന്നിൽ മാണി ഗ്രൂപ്പിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നെന്നും ഇത് UDF ഭരണസമിതിയെയും UDF MLA-യും മോശക്കാരായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. MLA-യുടെ നിർദ്ദേശപ്രകാരം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ മേച്ചാലിലുള്ള വിധവയായ റോസമ്മ തോമസ് എന്ന് പറയുന്ന ആളെ കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും അത് കോടതി പരിഗണിക്കുകയും എത്രയും വേഗം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഈ പാലത്തിന് വേണ്ടിയിട്ട് നൽകണമെന്ന് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 5 വർഷം ഈ പാലം തകർന്നിട്ട് 5 വർഷമായി. കഴിഞ്ഞ 5 വർഷം മൂന്നിലവിലെ നാട്ടുകാരോടില്ലാത്ത, കടപുഴ നിവാസികളോടില്ല, മൂന്നിലവ് പഞ്ചായത്തിനോടില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉണ്ടായെങ്കിൽ അത് വീണ്ടും ആ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ്, ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകടനം മാത്രമാണെന്ന് പൂർണ്ണമായി മൂന്നിലവിലെ പ്രബുദ്ധരായ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ ഗിമിക്കുകളൊന്നും കണ്ടുകൊണ്ട് ആ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ വോട്ട് മാറി കുത്തുമെന്ന് അവരാരും കരുതണ്ട. ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയും MLA-യും MP-യും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ നടത്തിയിരുന്നു. ഇതിനായി മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലവട്ടം നേരിൽ കണ്ടിരുന്നു. അപ്പോഴെല്ലാം പണത്തിന് തവർലഭ്യവും സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് ഫണ്ട് അനുവദിക്കാതിരുന്നവർ തങ്ങൾ ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നതെന്നും UDF നേതൃത്വം അവകാശപ്പെട്ടു. പാലം പുനർനിർമ്മാണത്തിന് ഭരണാനുമതി ഫെബ്രുവരി 18-നകം നൽകണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനം ഫെബ്രുവരി 3-ാം തീയതി പുറപ്പെടുവിച്ചതോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടായത്. എന്നാൽ ഭരണാനുമതിയിൽ ഹൈക്കോടതിയിലെ കേസിന്റെ കാര്യം മറച്ചുവെക്കുകയും ജോസ് കെ മാണിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തത് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ്. മൂന്നിലെ പഞ്ചായത്തിലെ ജനഹിതം അട്ടിമറിച്ചാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിയൽ ഭരണം നടക്കുന്നതെന്നും ഈ ഭരണസമിതിക്ക് 6 മാസത്തിലധികം ആയുസ് ഉണ്ടാകില്ലെന്നും UDF ജനപ്രതിനിധികൾ അവകാശപ്പെട്ടു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും ഇടതുമുന്നണിയുടെയും ജനവിരുദ്ധമായ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ചാർലി ഐസക്, ജോഷി ജോഷുവ, PL ജോസഫ്, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻലി മണി, UDF ചെയർമാൻ ഷൈൻ പാറയിൽ, UDF കൺവീനർ ഉണ്ണി മുട്ടത്ത്, DCC ജനറൽ സെക്രട്ടറി CT രാജൻ എന്നിവർ പങ്കെടുത്തു.